വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 2024 ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുന്ന NIOS SSLC +2 സ്റ്റുഡൻസിൻ്റെ ഹോൾ ടിക്കറ്റ് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ആയ ഉടനെ തന്നെ നമുക്ക് എങ്ങനെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ടൈം ടേബിളാണ്, ഡേറ്റ് ഷീറ്റാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ എക്സാമുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഈ ഒരു PDF ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ PDF കിട്ടാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്നത് എക്സാമിനേഷൻ ട്യൂസ്ഡേ 22 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വരുന്നത് ഇവിടെ സീനിയർ സെക്കൻഡറി എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. സീനിയർ സെക്കൻഡറി +2 ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ സെക്കൻഡറി എന്ന് കാണാൻ പറ്റും. സെക്കൻഡറിയുടെ താഴെ കാണുന്ന സബ്ജക്റ്റുകളാണ് SSLCയുടെ വരുന്നത്. അപ്പോൾ സെക്കൻഡറി SSLC ആണ്, സീനിയർ സെക്കൻഡറി +2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും 22 ഒക്ടോബർ ട്യൂസ്ഡേ വരുന്നത് കുറച്ച് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകളാണ്. വെനസ്ഡേ 23 ഒക്ടോബർ വെനസ്ഡേ വരുന്നത് ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത ആളുകൾക്ക് വരുന്നത്, അതുപോലെ സംസ്കൃതം എടുത്ത ആളുകൾക്ക് വരുന്നുണ്ട്. സമയം ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. 3:30, 4:30, 5:30 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. SSLCയിലോട്ട് വരുമ്പോഴും അത് തന്നെയാണ്, 2:30 to 4:30 വരെയാണ് ചില സബ്ജക്റ്റുകൾ, ചിലത് 5:30 വരെയുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ +2ൻ്റെ പറയുന്നത്, അതിന് ശേഷം SSLCയുടെ പറയാം. ഇവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് ഹോം സയൻസ്, സൈക്കോളജി ഓരോ ഡേറ്റിൽ നിങ്ങൾ നോക്കുക. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് ഗ്രൂപ്പുകളുടെ സ്പെഷ്യലൈസ് ആയുള്ള സബ്ജക്റ്റുകളാണ് ഞാനിവിടെ പറയുന്നത്. 28 മൺഡേ വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുത്ത ആളുകൾക്ക് വരുന്നുണ്ട്. അതുപോലെ മലയാളം ആ ഒരു ടൈമിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ബംഗാളി, തമിഴ്, സിന്ധി മറ്റ് സബ്ജക്റ്റുകളൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്. ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ 23 വരുന്നത്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷ് എല്ലാ ആളുകൾക്കുള്ളതാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാ ആളുകൾക്കുള്ള ഇംഗ്ലീഷ് 29 ഒക്ടോബർ ട്യൂസ്ഡേ വരുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്, ഹിസ്റ്ററി ഇത് എടുത്ത സബ്ജക്റ്റുകൾ എടുത്ത ആളുകൾക്ക് മൺഡേ 4th നവംബർ 4 വരുന്നത്. പിന്നെ കെമിസ്ട്രി, പൊളിറ്റിക്കൽ സയൻസ് ഇതെടുത്ത സബ്ജക്റ്റ് എടുത്ത ആളുകൾക്ക് ട്യൂസ്ഡേ 5th നവംബർ 5 വരുന്നത്. പിന്നെ തൊട്ടുതായ ബയോളജി, അക്കൗണ്ടൻസി വരുന്നുണ്ട്. അതൊക്കെ നവംബർ 6 വെനസ്ഡേയാണ് വരുന്നത്. ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത ആളുകൾക്ക് മൺഡേ 11 നവംബറാണ് വരുന്നത്. തൊട്ടുതായ സോഷ്യോളജി എടുത്ത ആളുകൾക്ക് വരുന്നത് 13 നവംബറാണ്. പിന്നെ പെയിൻറ്റിങ്, മാത്തമാറ്റിക്സ് എടുത്ത ആളുകൾക്ക് 19 നവംബറാണ് വരുന്നത്. പിന്നെ ബിസിനസ് സ്റ്റഡീസ് എടുത്ത ആളുകൾക്ക് തേഴ്സ്ഡേ 21 നവംബർ 21. പിന്നെ ജോഗ്രഫി എടുത്ത ആളുകൾക്കാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് +2 ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്, കൊമേഴ്സ് ഗ്രൂപ്പിലെടുത്ത ആളുകൾക്ക് വരുന്ന ടൈം ഷീറ്റ്. ഓക്കെ, തൊട്ട് താഴെ ഡാറ്റ എൻട്രി വരുന്നുണ്ട്. ഡാറ്റ എൻട്രി എടുത്ത ആളുകൾക്കുള്ളതുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഓഫീസ് ആപ്ലിക്കേഷൻസ് എടുത്ത ആളുകൾ, ചില ആൾ എക്കണോമിക്സ് എടുത്തവരുണ്ടാവും, അവർക്കുള്ള ഡേറ്റും കൂടെ പറയും താഴെ. 29 നവംബർ ഫ്രൈഡേ ആണ് എക്കണോമിക്സ് സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ +2ൻ്റെത്. ഇനി SSLCൻ്റെ ടൈം ടേബിളാണ് പറയുന്നത്. ഇതേ ഡേറ്റിൽ തന്നെ ലെഫ്റ്റിൽ വരുന്ന സെയിം ഡേറ്റ് തന്നെയാണ് ഇവർക്കും വരുന്നത്. നമുക്ക് സാധാരണ നമ്മൾ SSLCയിൽ എടുക്കുന്ന സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസിനുള്ള ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്, സയൻസ്, സോഷ്യൽ, മാത്സ് എടുക്കുന്ന ആളുകൾക്കുള്ള ആ ടൈം ടേബിൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഹിന്ദി എടുത്ത ആളുകൾക്ക് വരുന്നത് നമ്മുടെ 28 ഒക്ടോബർ മൺഡേ ആണ് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത ആളുകൾക്ക് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് എല്ലാ ആളുകൾക്കും വരുന്നുണ്ട്. അത് മൺഡേ 4th നവംബർ 4 മൺഡേ 2:30 to 5 PM ആണ് വരുന്നത് കേട്ടോ. പിന്നെ തൊട്ട് താഴെ പെയിൻറ്റിങ്, സോഷ്യൽ സയൻസ് എല്ലാവർക്കും വരുന്നതാണ് 213 സോഷ്യൽ സയൻസ്. സമയം 2:30 മുതൽ 5:30 വരെ. ഡേറ്റ് നമുക്ക് നോക്കാം. ഡേറ്റ് മൺഡേ 11 നവംബർ മൺഡേ ആണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് എല്ലാ ആളുകൾക്കും ഉള്ളതാണ് SSLCയുടെ. അത് 11 വെനസ്ഡേ 11ാമത്തേത് വെനസ്ഡേ 13 നവംബറാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ടൈം 2:30 to 5:30 വരുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി തൊട്ടുതായ 2:30 മുതൽ 5 വരെയാണ്
ടൈം വരുന്നത്. അതിൻ്റെ ഡേറ്റ് 14 നവംബർ തേഴ്സ്ഡേ ആണ് വരുന്നത്. ഓക്കെ. പിന്നെ എക്കണോമിക്സ് മറ്റു സബ്ജക്റ്റ് പഞ്ചാബി, നേപ്പാളി, സിന്ധി, തെലുങ്ക്, ബംഗാളി, മറാഠി, മലയാളം സെക്കൻഡ് ലാംഗ്വേജുകളൊക്കെ ഈ ഡേറ്റ് വരുന്നത്. മലയാളം, അറബി ഇവ എടുത്ത ആളുകൾക്കൊക്കെ, ഈ സെക്കൻഡ് ലാംഗ്വേജുകൾ എടുത്ത ആളുകൾക്കൊക്കെ വരുന്നത് 25 നവംബറാണ് വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഉറുദു എടുത്ത ആളുകളാണെങ്കിൽ ഉറുദു വരുന്നത് 26 നവംബറാണ് വരുന്നത്. പിന്നെ തൊട്ട് താഴെ കമ്പ്യൂട്ടർ തിയറി, അതൊന്നും നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. വിന്നേഴ്സ് അക്കാഡമിയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം പേജ് ക്ലിക്ക് ചെയ്യുക. ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SLC ആയാലും +2 ആയാലും ഹോം പേജ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൻ്റെ തൊട്ടു താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ എക്സാം ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞ് എക്സാം ഹാൾ ടിക്കറ്റ് പറഞ്ഞ ഒരു ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. എക്സാം ഹാൾ ടിക്കറ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം തൊട്ടു താഴെ ഹാൾ ടിക്കറ്റ് ഫോർ തിയറി എക്സാമിനേഷൻ ഉണ്ട്, ഹാൾ ടിക്കറ്റ് ഫോർ പ്രാക്ടിക്കലുണ്ട്. പ്രാക്ടിക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില ആളുകളത് കഴിഞ്ഞതുമാണ്. അപ്പോൾ അതല്ലാതെ തിയറി എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ റിലീസ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ തെറ്റാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും. വന്നിട്ടില്ലെങ്കിൽ നോട്ട് റിലീസ്ഡ് എന്നുള്ളതാണ് കാണിക്കുക. ഓക്കെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എൻറോൾമെൻറ്റ് നമ്പർ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഒരു എൻറോൾമെൻറ്റ് നമ്പർ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ എൻറോൾമെൻറ്റ് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ്. ഹാൾ ടിക്കറ്റ് ഫോർ തിയറി എക്സാമിനേഷൻ കൊടുത്ത് അതിൻ്റെ ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സർവേ ഓർ നോട്ട് ഒക്യൂർഡ് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹാൾ ടിക്കറ്റ് പബ്ലിഷ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നേരെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു.